സർക്കാരിന് ഓരോ സെൻസസിന്റെ അടിസ്ഥാനത്തിൽ കാനേഷുമാരുടെ അടിസ്ഥാനത്തിൽ പ്രസക്ത കണക്കുകൾ പ്രസിദ്ധപ്പെടുത്തിയ ശേഷം 3-ാം വകുപ്പിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ 1-ാം വകുപ്പ് പ്രകാരവും വിജ്ഞാപനം ചെയ്ത് പഞ്ചായത്തിലെ ആകെ സ്ഥാനങ്ങളുടെ എണ്ണം തീരുമാനിക്കാം. ഇപ്പൊ പഞ്ചായത്തിൽ ആകെ എത്ര വാർഡ് മെമ്പർമാർ വേണം എന്നത് പഞ്ചായത്തിന്റെ ജനസംഖ്യ അനുസരിച്ച് സർക്കാരിന് തീരുമാനിക്കാം. അതിനൊരു നോട്ടിഫിക്കേഷൻ ഉണ്ടാകും. ആ നോട്ടിഫിക്കേഷൻ ഓരോ ഇലക്ഷന്റെയും തൊട്ടു മുമ്പ് ഇലക്ഷൻ കമ്മീഷൻ അത് പറയും. അതിനുശേഷമാണ് തീരുമാനിക്കുന്നത്. 1-ാം ഉപവകുപ്പ് പ്രകാരം 2-ാം വകുപ്പ് പ്രകാരമോ വിജ്ഞാനം ചെയ്ത സ്ഥാനങ്ങളുടെ എണ്ണം ഒരു ഗ്രാമപഞ്ചായത്തിന്റെ സംഗതിയിൽ 12-ൽ കുറയാനോ 22-ൽ കൂടാനോ പാടില്ല. അപ്പോൾ 22 വാർഡ് മെമ്പർമാരിൽ കൂടുതൽ ഉണ്ടാകാൻ പാടില്ല, 12-ൽ കുറയാനും പാടില്ല. അങ്ങനെ വാർഡിനെ ഒരു പഞ്ചായത്തിനെ മിനിമം 12 വാർഡായും 22-ൽ കവിയാത്ത രീതിയിലും എന്ത് ചെയ്യണം, ഒരു പഞ്ചായത്തിനെ ഡിവൈഡ് ചെയ്യണമെന്നാണ് നിയമം പറയുന്നത്. അത് 6-ാമത്തെ വകുപ്പിന്റെ 3-ാമത്തെ സബ് ക്ലോസിന്റെ എ എന്ന് പറയുന്ന ഉപവകുപ്പിലാണ് പറഞ്ഞത്. അപ്പോൾ ഒരു ബ്ലോക്ക് പഞ്ചായത്തിന്റെ സംഗതിയിൽ 12-ൽ കുറയാനോ 22-ൽ കൂടാനോ പാടില്ല. അപ്പോൾ ഒരു ബ്ലോക്ക് പഞ്ചായത്തിൽ എത്ര ഡിവിഷൻ ഉണ്ടാകാം? 12 ഡിവിഷൻ മിനിമം വേണം, 22 ഡിവിഷൻ പരമാവധി വേണം. ഒരു ജില്ലാ പഞ്ചായത്തിന്റെ സംഗതിയിൽ 16-ൽ കുറയാനോ 32-ൽ കൂടാനോ പാടില്ല. അപ്പം ജില്ലാ പഞ്ചായത്തിൽ എത്ര ഡിവിഷൻ വേണമെന്നാണ് പറയുന്നത്? 16 ഡിവിഷൻ വേണം, 32-ൽ കൂടാനും പാടില്ല. ആ രീതിയിലാണ് പറയുന്നത്. എന്നാൽ ഇതിന്റെ എല്ലാം തലത്തിലുള്ള ഒരു പഞ്ചായത്തിന്റെ ഭൂപ്രദേശത്തിന്റെ ജനസംഖ്യ അപ്രകാരമുള്ള പഞ്ചായത്തുകൾ തെരഞ്ഞെടുപ്പിന് മുഖാന്തരം നൽകേണ്ടതായ സ്ഥാനങ്ങളുടെ എണ്ണം തമ്മിൽ അനുപാതം പ്രായോഗികമാകുന്നിടത്ത് സംസ്ഥാനത്തൊട്ടാകെ തന്നെ ഒരു മാനദണ്ഡമാണ് പാലിക്കേണ്ടത്. സംസ്ഥാനത്തുമൊട്ടാകെ ഒരു മാനദണ്ഡം പാലിച്ചുകൊണ്ട് നമ്മൾ മുമ്പേ പറഞ്ഞ രീതിയിൽ കാര്യങ്ങളെ കൈകാര്യം ചെയ്യണം എന്നാണ് പറഞ്ഞത്. അടുത്ത 4, പഞ്ചായത്തിന്റെ അംഗസംഖ്യ നിശ്ചയിച്ചുള്ള നടപടിക്രമം നിർണയിക്കപ്പെടാവുന്ന പ്രകാരമായിരിക്കണം. ഓക്കെ, അപ്പൊ പഞ്ചായത്തിന്റെ അംഗസംഖ്യ നിശ്ചയിച്ചുള്ള നടപടിക്രമം നിർണയിക്കുന്ന പ്രകാരമായിരിക്കണം എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് 4-ൽ. ഇനി 7-ാമത്തെ മെയിൻ സെക്ഷൻ, ഗ്രാമപഞ്ചായത്തിന്റെ ഘടന എങ്ങനെയായിരിക്കും? ഓരോ ഗ്രാമപഞ്ചായത്തും 6-ാം വകുപ്പിലെ 1-ാം ഉപവകുപ്പ് പ്രകാരം വിജ്ഞാപനം ചെയ്ത സ്ഥാനങ്ങളുടെ അത്രയും എണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ അടങ്ങുന്നതായിരിക്കണം. അപ്പം ഉദാഹരണത്തിന് 12 വേണമെന്നാണ് മിനിമം പറഞ്ഞത്. മിനിമം 12 പേര് വേണം. 12 വാർഡ് മെമ്പർമാരുടെ സ്ഥാനം ഉണ്ടെങ്കിൽ 12-ലും തെരഞ്ഞെടുപ്പ് നടത്തുക എന്നാണ് അവിടെ ഉദ്ദേശിച്ചത്. അടുത്തത് 2, ഒരു ഗ്രാമപഞ്ചായത്തിലെ എല്ലാ സ്ഥാനങ്ങളും ഈ ആക്ടിലെ വ്യവസ്ഥകൾക്കനുസരിച്ച് നേരിട്ടുള്ള തെരഞ്ഞെടുപ്പിലൂടെ വേക്കൻസികൾ ഫില്ല് ചെയ്യേണ്ടത്. അതാണ് ഇവിടെ പറഞ്ഞ 7.2 പറഞ്ഞത്. അടുത്തത്, ഓരോ ഗ്രാമപഞ്ചായത്തിന്റെയും പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കുമുള്ള സ്ഥാനങ്ങൾ പ്രത്യേകം സംവരണം ചെയ്ത് പ്രസിദ്ധീകരിക്കേണ്ടതാണ്. അപ്പൊ പട്ടികജാതിക്കാർക്ക് എത്ര ശതമാനമാണ്? 8%. പട്ടികവർഗക്കാർക്ക് 2%. അപ്പൊ പട്ടികജാതിക്കാർക്ക് എത്ര ശതമാനം കൊടുക്കുന്നു, പട്ടികവർഗക്കാർക്ക് എത്ര ശതമാനം കൊടുക്കുന്നു, ഏത് സീറ്റ് കൊടുക്കുന്നു എന്നൊക്കെ എന്ത് ചെയ്യണം? നോട്ടിഫിക്കേഷൻ ചെയ്യണം. അത് ചെയ്യേണ്ടതാരാ? ഇലക്ഷൻ കമ്മീഷൻ. കേട്ടോ, ഇലക്ഷൻ കമ്മീഷൻ അത് നോട്ടിഫൈ ചെയ്യണമെന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് അതിന്റെ 4-ാമത്തെ വകുപ്പാണ് കേട്ടോ, 7-4. 3-ാം വകുപ്പ് പ്രകാരം സംവരണം ചെയ്യപ്പെട്ട സ്ഥാനങ്ങളുടെ എണ്ണം സർക്കാർ നിശ്ചയിക്കേണ്ടതും അപ്രകാരം നിശ്ചയിച്ച സ്ഥാനങ്ങളുടെ എണ്ണത്തിനും പഞ്ചായത്തിലെ ആകെ സ്ഥാനങ്ങളുടെ എണ്ണവും തമ്മിൽ അനുപാതം കഴിയുന്നിടത്തോളം തുല്യമായിരിക്കണം. അതിനകത്ത് വേറൊന്നും പറയാനില്ല, ഒറ്റ കാര്യമാണ് അത് പറയാനുള്ളത്. അത് വായിക്കുന്നില്ല. അപ്പം വാർഡ് വിഭജിക്കുമ്പോൾ എല്ലാ വാർഡിനും തുല്യമായ ജനസംഖ്യ വരുന്ന രീതിയിൽ വേണം വാർഡ് വിഭജിക്കാൻ എന്ന് മാത്രമേ
7.4 പറയുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത്